മക്കളെ, ഈ വരുന്ന ബോർഡ് എക്സാമിന് ചോദിക്കാൻ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ ചാപ്റ്റർ 2 ഇക്വേഷൻസ് ഓഫ് മോഷൻ. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 ഇക്വേഷൻസ് ഉണ്ട്. അതിന്റെ പേരാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമുക്ക് ഓരോ വീഡിയോയിലും നമുക്ക് ആ ഓരോ ഇക്വേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് ഗ്രാഫ്. ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്രാഫ് വരച്ചു വെച്ചിരിക്കുന്നത്. ആ ഗ്രാഫിലോട്ട് നോക്കൂ. ടൈം എടുത്തിരിക്കുന്ന എക്സ് ആക്സിസിലാണ്, വെലോസിറ്റി എടുത്തിരിക്കുന്ന y ആക്സിസിലാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലും. അപ്പൊ u നിങ്ങൾക്കറിയാം, u ഇനിഷ്യൽ വെലോസിറ്റി, v ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി v എത്താൻ എടുത്ത സമയമാണ് t, ടൈം. ഓക്കെ, 3 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് v = u + at. ഈ u-ന് പകരം v0 എന്നും ഇടാം. അപ്പൊ ഇക്വേഷൻ ഒന്നുകിൽ v = u + at എന്നോ അല്ലെങ്കിൽ v = v0 + at എന്ന് പറയണം. ഇവിടെ വരുന്നത് വെലോസിറ്റിയും ടൈമും ആണ്. അതുകൊണ്ട് ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ടൈം റിലേഷൻ. നമുക്ക് ആ ഗ്രാഫിലൂടെ, ഈ തന്നിരിക്കുന്ന ഗ്രാഫിലൂടെ നമുക്ക് ഒന്ന് ഡെറൈവ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ചില ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു വെക്കണം. ഇതൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്, സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ. ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ s കോർഡിനേറ്റ്, അല്ലെങ്കിൽ സ്ലോപ്പ് = Δy ഡിവൈഡ് ബൈ Δx. മക്കളെ, നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. ഇത് പല സ്ഥലത്തും പ്രയോജനപ്പെടും. ഇത് നോക്കൂ, v = u + at. u-ന് പകരം v0 എന്ന് വിടാം. നമുക്കറിയാം u എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. u ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ v0 ഇനിഷ്യൽ വെലോസിറ്റി. v എന്താണ്? v ഫൈനൽ വെലോസിറ്റി. v ഫൈനൽ വെലോസിറ്റി. a stands for acceleration. acceleration. t the time taken. എല്ലാവർക്കും അറിയാം. അപ്പൊ u ഇനിഷ്യൽ വെലോസിറ്റി, v ഫൈനൽ വെലോസിറ്റി, a ആക്സലറേഷൻ, t ടൈം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിലുള്ള റിലേഷൻ, ബന്ധം. എന്താണ് ബന്ധം? ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം എന്നാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ് ആക്സലറേഷൻ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? a = ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫസ്റ്റ് വെലോസിറ്റി u, സെക്കൻഡ് വെലോസിറ്റി v. അപ്പൊ ചേഞ്ച് കണ്ടുപിടിക്കാൻ സെക്കൻഡ് മൈനസ് ഫസ്റ്റ്, b - u എന്ന് പറയണം. b - u. ടൈം എത്രയാണ്? ഫസ്റ്റ് ടൈം 0, ലാസ്റ്റ് ടൈം t. അപ്പൊ ഡിഫറൻസ് t - 0, അതായത് t ആണ്. അപ്പൊ b - u / t. നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? അപ്പൊ ഇങ്ങനെ വരും, b - u = at എന്ന് വരും. എന്നിട്ട് ഈ -u-നെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ b = -u, ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +u എന്ന് വരും. അപ്പോൾ u + at എന്ന് എഴുതാം. അപ്പൊ v = u + at, അല്ലെങ്കിൽ u-ന് പകരം നിങ്ങൾ v0 ഇടുന്നെങ്കിൽ v = v0 + at. ഈ രണ്ട് ഇക്വേഷനും ഒന്ന് തന്നെയാണ്. നിങ്ങളത് പഠിച്ചു വെക്കുക. ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് രണ്ടാമത്തെ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.